ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിജ്ബിൾ ദ ഓട്ടർ എന്ന് പറയുന്ന ഗാവൻ മാക്സ്വെല്ലിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാവൻ മാക്സ്വെല്ലിൻ്റെ ഒരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി. അതിനുശേഷം ഒരു പെറ്റിനെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു ഓട്ടർ നീർനായയെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാമസ് ഫെർണ എന്ന് പറയുന്ന അദ്ദേഹം താമസിക്കുന്ന സ്ഥലം ജലത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഒരു ഓട്ടറിനെ ജീവിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഓട്ടറിനെ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കഥ നടക്കുന്ന 2 രാജ്യങ്ങളിലായിട്ടാണ്, ഇറാഖിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുമായിട്ടാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. Early in the new year of 1956, I traveled to southern Iraq. By then, it had crossed my mind that I should like to keep an otter instead of a dog, and that Camasperna, ringed by water a stone's throw from its door, would be an excellently suitable spot for this experiment. അപ്പോൾ അദ്ദേഹം 1956 ന്യൂ ഇയറിൻ്റെ സമയത്ത് അദ്ദേഹം സദേൺ ഇറാഖിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൊരു തോട്ട് വന്നു. എന്താണ്? ഡോഗിന് പകരം ഒരു ഓട്ടറിനെ വാങ്ങിക്കുക എന്നുള്ളതാണ് തോട്ട്. അപ്പോൾ ഇതിനെ പ്രചോദനം നൽകി അദ്ദേഹം താമസിക്കുന്ന ക്യാമസ്പെർണ എന്ന് പറയുന്ന സ്ഥലം ജലത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം അതായിരിക്കും എന്നുള്ള തോട്ടാണ് അദ്ദേഹത്തിനെ ഇതിലേക്ക് നയിച്ചത്. When I casually mentioned this to a friend, he as casually replied that I had better to get one in the Tigris marshes. From there, they were as common as mosquitoes and were often tamed by the Arabs. We were going to Basra to the Consulate General and to collect and answer our mail from Europe. At the Consulate General, we found that my friend's mail had arrived, but that mine had not. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വളരെ കാഷ്വലായിട്ടൊന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവനും തിരിച്ച് കാഷ്വലായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടൈഗ്രിസ് മർഷസിൽ പോയ കൊതുകുകളെ പോലെ കോമൺ ആയിട്ട് എനിക്ക് ഓട്ടറിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ അറബ്സ് ഇങ്ങനെ മെരുക്കി എടുക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും ബസ്രയിലേക്ക് പോകേണ്ടി വന്നു. കോൺസുലേറ്റ് ജനറലിനെ കാണാൻ വേണ്ടി ബസ്രയിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് അവർക്ക് അവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് വരുന്ന മെയിലിനെ വായിക്കാനും അത് കളക്ട് ചെയ്യാനും അതിന് റിപ്ലൈ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ബസ്രയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ടിനുള്ള മെയിൽ വന്നിട്ടുള്ളൂ, പക്ഷേ ഈ മാക്സ്വെല്ലിനുള്ള മെയിൽ വന്നിട്ടില്ല. I cabled to England, and when 3 days later nothing had happened, I tried to telephone. The call had to be booked 24 hours in advance. On the first day, the line was out of order. On the second, the exchange was closed for a religious holiday. On the third day, there was another breakdown. My friend left, and I arranged to meet him in a week's time. 5 days later, my mail arrived. അപ്പോൾ ആദ്യം ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ടെലിഗ്രാഫ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടെലിഫോൺ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ അന്ന് ടെലിഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ അഡ്വാൻസ് ആയിട്ട് പറയണം, എന്നാലും മാത്രമേ ടെലിഫോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യ ദിവസം ലൈൻ കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ കണക്ഷൻ കിട്ടിയിരുന്നില്ല. സെക്കൻഡ് ഡേ ഒരു റിലീജിയസ് ഹോളിഡേ ആയതുകൊണ്ട് എക്സ്ചേഞ്ചൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു, വേറൊരു പ്രശ്നം ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് തിരിച്ചു പോയിരുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് മെയിൽ വരുന്നത് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. I carried it to my bedroom to read, and there, squatting on the floor, were 2 Arabs. Beside them lay a sack that skimmed. From time to time, they handed me a note from my friend. Here's your otter. അപ്പോൾ ഈ മെയിലും കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. അവിടെ ബെഡ്റൂമിൽ ചെന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അടുത്ത് 2 അറബ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ചാക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് അദ്ദേഹത്തിന് കാണാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ നോട്ട് എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അവർ ആ ഫ്രണ്ടിൻ്റെ നോട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ആ നോട്ട് എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് എന്താണ്, ഹിയേഴ്സ് യുവർ ഓട്ടർ. അദ്ദേഹത്തിന് വേണ്ടി ഓട്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നായിരുന്നു ആ നോട്ട്. With the opening of that sack began a phase of my life that has not yet ended, and may, for all I know, not end before I do. It is, in effect, a thraldom to otters, an otter fixation that I have since found to be shared by most other people who have ever owned one. അപ്പോൾ ചാക്ക് തുറന്ന് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ പുതിയ ലൈഫിൻ്റെ ഫേസിനെ തന്നെയാണോ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു തുടക്കമായിരുന്നു അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. ഇപ്പോൾ എല്ലാവർക്കും മോട്ടറിനെ വളർത്തിയ എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
The creature that emerged from this sack onto the spacious tiled floor of the consulate bedroom resembled most of all very small medievally conceived dragon. From the head to the tip of the tail, he was coated with symmetrical pointed scales of mud armor, between whose tips are visible a soft velvet fur like that of a chocolate brown mole. He shook himself, and I have expected a cloud of dust, but in fact it was not for another month that I managed to remove the last of the mud and see the otter as if it were in his true colors. അപ്പോൾ ആ ക്രീച്ചർ എന്ത് ചെയ്തു, ആ ഒരു ജീവി കോൺസലേറ്റ് ബെഡ്റൂമിൻ്റെ ടൈൽഡ് ഫ്ലോറിലേക്ക് ചാടി ഇറങ്ങിയാണ് ചെയ്തത്. അപ്പോൾ ഈ ഓതറിന് ഇത് കണ്ടപ്പോൾ ആദ്യം തോന്നിയ ഒരു കുഞ്ഞ് ഡ്രാഗൻ്റെ കണക്കാണ്. ആ മെഡീവൽ സ്റ്റോറീസിലൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഡ്രാഗൻ്റെ കണക്കാണ് ഈ ഓതറിന് ഇതിനെ കണ്ടപ്പോൾ തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ആ ജീവിയുടെ തല മുതൽ വാല് വരെ ഈ അദ്ദേഹം ആസകലം ഈ ചെളി പുരണ്ടിരിക്കുകയാണ്. എന്നാലും അദ്ദേഹം ഒരു മാസം പ്രയത്നിച്ച ശേഷമാണ് ഈ പൂർണ്ണമായിട്ട് ഈ ചെളി അതിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് കഴുകിക്കളയാനും അതുപോലെ തന്നെ അതിൻ്റെ ട്രൂ കളേഴ്സ് കാണാനും ഇദ്ദേഹത്തിന് സാധിച്ചത്. Mijbil, as I called the otter, was in fact of a race previously unknown to science and was at length christened by zoologists Dutrogale persipicillata maxwelli or Maxwell's otter. അപ്പോൾ ഈ ഒരു ഓട്ടറിനെ മിജ്ബിൽ എന്നാണ് അദ്ദേഹത്തിന് ഓട്ടറിനെ അദ്ദേഹം പേരിട്ടത്. മിജ്ബിലിൻ്റെ റേസിൽപ്പെട്ട ഓട്ടേഴ്സിനെ അതുവരെ സോളജിസ്റ്റ് പോലും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് പേരിട്ടത് പിന്നീട് ആ ബയോളജിക്കൽ നെയിമായിട്ട് ഇട്ടത് ലുട്രോഗാലെ പെർസ്പിക്കുലാറ്റ മാക്സ്വെലി എന്ന് പറയുന്ന അല്ലെങ്കിൽ മാക്സ്വെൽസ് ഓട്ടർ എന്ന് പറയുന്ന പേരാണ് ഇട്ടത്. ഫോർ ദ ഫസ്റ്റ് 24 hours Mijbil was neither hostile nor friendly. He was simply aloof and indifferent, choosing to sleep on the floor as far from my bed as possible. The second night, Mijbil came onto my bed in the small hours and remained asleep in the crook of my knees until the servant brought tea in the morning, and during the day he began to lose his apathy and take a much too keen interest in his surroundings. I made a body belt for him and took him on a lead to the bathroom, where for half an hour he went wild with joy in the water, plunging and rolling in it, shooting up and down the length of water underwater and making enough slosh and splash for a hippo. This, I was to learn, is a characteristic of otters. Every drop of water must be, so to speak, extended and spread about the place. A bowl must at once be overturned, or if it will not be overturned, we sat and splashed in until it overflows. Water must be kept on the move and made to do things. When static, it is wasted and provoking. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് ഡേ മിജിബിൽ അത്ര ഫ്രണ്ട്ലി ആണെന്നോ പറയാൻ പറ്റത്തില്ലായിരുന്നു. ടോട്ടലി അവോയ്ഡ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു മിജിബിൽ ഫസ്റ്റ് ഡേ. അപ്പോൾ രാത്രി കിടന്നത് അദ്ദേഹം കിടന്ന ബെഡിൻ്റെ ഒരുപാട് ദൂരെ മാറിയാണ് മിജിബിൽ കിടന്നത്. പിറ്റേ ദിവസം ആയപ്പോൾ ഈ ബെഡിൽ തന്നെ കയറി ഇദ്ദേഹത്തിൻ്റെ നീസിനോട് ചേർന്ന് കിടക്കാൻ ആരംഭിച്ചു. പതുക്കെ ഫ്രണ്ട്ലി ആയിട്ട് വന്നു. പിന്നെ സറൗണ്ടിങ്ങുമായിട്ട് കുറച്ച് അട്രാക്റ്റഡ് ആയിട്ട് വന്നു. പിറ്റേ ദിവസം അദ്ദേഹം മിജ്ബിലിനൊരു ബോഡി ബെൽറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ബാത്റൂമിലേക്ക് ലീഡ് ചെയ്യുകയാണ്. ബാത്റൂമിൽ ചെന്നപ്പോൾ അതിനകത്ത് വെള്ളത്തിൽ കളിച്ചപ്പോൾ മിജ്ബിലിന് ആ ഒരു എക്സൈറ്റ്മെൻറ്റും അത് വളരെ എൻജോയ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ ഓതറിന് മനസ്സിലായി ഈ ഓട്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന എന്താണ്, ഒഴുകുന്ന വെള്ളമാണ്, അല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല എന്ന് മനസ്സിലായി. 2 days later, Mijbil escaped from my bedroom as I entered it, and I turned to see his tail disappearing round the bend of the corridor that led to the bathroom. By the time I got there, he was up on the end of the bathtub and fumbling at the chromium taps with his paws. I watched, amazed. In less than a minute, he had turned the tap for enough to produce a trickle of water, and after a moment or two, achieved the full flow. He had been lucky to turn the tap the right way. On later occasions, he would sometimes screw it up still tighter, chittering with irritation and disappointment at the tap's failure to cooperate. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഈ മിജിബിൽ ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ നിന്ന് എസ്കേപ്ഡായിട്ട് ഇദ്ദേഹം മിജിബിൽ പോകുന്നത് കണ്ട് ബാത്റൂമിലേക്കാണ്. അപ്പോൾ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, മിജിബിൽ ഇങ്ങനെ പതുക്കെ ആ ടാപ്പ് ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം ആ ടാപ്പ് തുറക്കുകയും ഒരുപാട് വെള്ളം വരികയും അതിനകത്ത് കളിക്കുകയൊക്കെ ചെയ്തു.
അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ മിജ്ബിൽ ലക്കി ആയിരുന്നു ആദ്യ തവണ റൈറ്റ് ഡയറക്ഷന് ടാപ്പ് തുറക്കാം. പിന്നീട് ട്രൈ ചെയ്തപ്പോൾ ചിലപ്പോഴൊക്കെ മിജ്ബിൽ അത് ടൈറ്റ് ആക്കി വയ്ക്കുകയാണ്, വീണ്ടും റോങ് ഡയറക്ഷനിൽ തിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആ മിജ്ബിലിന് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയിരുന്നു, ഈ റോങ് ഡയറക്ഷനിൽ തിരിച്ചതൊക്കെ. Very soon, Mitch would follow me without a lead and come to me when I called his name. He spent most of his time in play. He spent hours shuffling a rubber ball round the room like a 4-footed soccer player, using all 4 feet to dribble the ball. And he would also throw it with a powerful flick of the neck to a surprising height and distance. But the real play of an otter is when he lies on his back and juggles with a small object between his paws. Marbles were Mitch's favorite toys. For this pastime, he would lie on his back, rolling 2 or more of them up and down his wide, flat belly without ever dropping onto the floor. അപ്പോൾ പെട്ടെന്ന് തന്നെ മിച്ച് എന്താണ് ഈ ലീഡില്ലാതെ അല്ലെങ്കിൽ ബെൽറ്റ് ഇല്ലാതെ തന്നെ ഫോളോ ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം പേര് വിളിച്ചാൽ തന്നെ മിച്ച് ഓടി വരുമായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം മിച്ച് പ്രധാനമായിട്ടും എൻജോയ് ചെയ്തിരുന്നത് കളിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്ന കളിക്കാനായിരുന്നു. ഈ ഒരു റബ്ബർ ബോൾ വെച്ചൊക്കെ ഇദ്ദേഹം ഈ മിച്ച് ഒരു സോക്കർ പ്ലെയറിനെ പോലെ പന്തൊക്കെ ഡ്രിബിൾ ചെയ്ത് ഇങ്ങനെ പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനല്ല ഈ ഓട്ടറിന് ഈ റബ്ബർ ബോളിനെ ഒരുപാട് ഉയർത്തി അടിക്കാനൊക്കെ ഉള്ള ശേഷി ഉണ്ടായിരുന്നു. അത് വളരെ സർപ്രൈസിങ് ഹൈറ്റിലൊക്കെ ഡിസ്റ്റൻസിലൊക്കെ ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ മിജിൻ്റെ ഫേവറേറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മാർബിൾ വെച്ച് ഇങ്ങനെ ജഗിൾ ചെയ്യുക, തിരിഞ്ഞ് കിടന്നിട്ട് ജഗിൾ ചെയ്യുന്നതായിരുന്നു. ഒരു തവണ പോലും ഈ സാധനം ഡ്രോപ്പ് ആവാതെ മിജ് ചെയ്യുമായിരുന്നു. The days passed peacefully at Basra, but I dreaded the prospect of transporting Mitch to England and to Campasverna. The British airline to London would not fly animals, so I booked a flight to Paris on another airline and from there to London. The airline insisted that Mitch should be packed into a box not more than 18 inches square to be carried on the floor at my feet. I had a box made, and an hour before when we started I put Mitch into the box so that he would become accustomed in it, and left for a hurried meal. When I returned, there was appalling spectacle. There was complete silence from the box, but from its air holes and sinks should be lit. Blood had trickled and dried. I whipped off the lock and tore open the lid, and Mitch, exhausted and blood spattered, whimpered and caught at my leg. He had torn the lining of the box on shirts. When I removed the last of it, so that there were no cutting edges left. It was just 10 minutes until the time of the flight, and the airport was 5 miles distant. I put the miserable Mitch back into the box, holding down the lid with my hand. അപ്പോൾ കുറച്ച് ദിവസമായി ബസ്രയിലെ താമസമൊക്കെ കടന്നുപോയി. അപ്പോൾ തിരിച്ച് ഇദ്ദേഹത്തിന് മിജിനെയും കൊണ്ട് ഇംഗ്ലണ്ടിൽ പോകണം. ബ്രിട്ടീഷ് എയർലൈൻ ഡയറക്റ്റായിട്ട് ഈ അനിമൽസിനെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, പാരീസിലേക്ക് ഒരു വിമാനം പിടിച്ചിട്ട് അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വിമാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് സൈസിനകത്ത് ഈ മിജിനെ അടച്ചാൽ മാത്രമേ ആ ഫീറ്റിൻ്റെ അവിടെ വെച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ആ ലിഡൊക്കെ ബോക്സൊക്കെ ഉണ്ടാക്കി അതിനകത്ത് 1 മണിക്കൂർ മുമ്പേ മിജിനെ വെച്ച് അടച്ചു. വെൻ ഐ റിട്ടേൺ ദർ വാസ് അപ്പോൾ അദ്ദേഹം തിരിച്ച് വന്നപ്പോൾ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ ആ ബോക്സിനകത്ത് സൗണ്ടൊന്നും വരുന്നില്ല, പകരം അവിടെ കുറച്ച് രക്തത്തുള്ളിയൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ലിഡ് തുറന്ന് നോക്കിയപ്പോൾ ആ ലിഡിൻ്റെ ആ സീലിംഗ് മൊത്തം മിജ് ഇളക്കിയിട്ടുണ്ട്. അദ്ദേഹത്തൊക്കെ ചെറിയ ചോരത്തുള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ മിജിനെ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ഇനി 5 മൈൽ എത്താനുമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് മുറിവുണ്ടാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് മിജിനെ അവിടെ വെച്ച് അടച്ചു. I sat in the back of the car with the box beside me as the driver tore through the streets of Basra like a ricocheting bullet. The aircraft was waiting to take off. I was rushed through it by infuriated officials. Luckily, the seat booked for me was at the extreme front. I covered the floor around my feet and newspaper, rang for the air hostess and gave her a parcel of fish for Mitch to keep in a cool place. I took her into my confidence about the event, so of the last half hour, I have returned the most profound admiration for that air hostess. She was very keen of her kind. She suggested that I might prefer to have my pet on my knees, and I could have kissed her hand in the depth of my gratitude, but not knowing otters, I was quite unprepared for what followed.
അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കാറിൽ ആ ബസ്രയിൽ നിന്ന് എയർപോർട്ടിൽ ഇങ്ങനെ ഒരു പോവുകയാണ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഓഫീഷ്യൽസിൻ്റെ ഇടയിലൊക്കെ കൂടെയൊക്കെ ചെന്ന് ആ എയർക്രാഫ്റ്റിനകത്ത് കയറി. അപ്പോൾ ഫസ്റ്റ് സീറ്റിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിനെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിരുന്നു, ന്യൂസ് പേപ്പറൊക്കെ തറയിൽ വെച്ചു, ഇമേജിനെ തറയിൽ വെച്ചു. അപ്പോൾ എയർ ഹോസ്റ്റസിനെ എന്നിട്ട് വിളിക്കുകയാണ്. അതിന് ഒരു കുറച്ച് ഫിഷ് കൊടുക്കുകയാണ്. അതിനെ ഇമേജിന് വേണ്ടിയുള്ള ഫിഷാണ്. അത് കോൾ പ്ലേസിൽ വെക്കാൻ വേണ്ടിയിട്ട് എയർ ഹോസ്റ്റസിനെ കൊടുക്കുകയാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ് പറയുന്നുണ്ട്, എന്താണ് വേണമെങ്കിൽ അതിനെടുത്ത് മടിയിലേക്ക് വെച്ചോളാൻ ആ മിച്ചിനെ എടുത്തു, ആ ബോക്സിനെ എടുത്തു. മിച്ച് വാസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. മിച്ച് വാസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇൻ എ ഫ്ലാഷ്. ഹി ഡിസപ്പിയർഡ് അറ്റ് ഹൈ സ്പീഡ് ഡൗൺ ദ എയർക്രാഫ്റ്റ്. ദെർ were squawks and shrieks, and a woman stood up on her seat screaming out, "A rat, rat!" I caught sight of Mitch's tail disappearing beneath the legs of a portly white turbaned Indian. Diving for it, I missed, but found my face covered in curry. "Perhaps," said the air hostess, with the most charming smile, "it would be better if you resumed your seat. I will find the animal and bring it to you." അപ്പോൾ മിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സീറ്റിനകത്തൂടെയൊക്കെ ഇറങ്ങി ഓടി. ആദ്യം ഒരു വുമണൊക്കെ ആ സീറ്റിലേക്ക് ചാടി കയറുന്നുണ്ട്, എന്നിട്ട് എലി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വൈറ്റ് ടർബൻ ഇന്ത്യൻ്റെ ആ പാൻസിൻ്റെ ആ സൈഡിലൂടെയൊക്കെ ഓടുന്നുണ്ട്. അദ്ദേഹം അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവസാനം എയർ ഹോസ്റ്റസ് വന്ന് പറയുകയാണ്, വളരെ ചാമിയായിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, "സീറ്റിൽ പോയിരുന്നോളൂ, ഞാൻ ആ അനിമലിനെ പിടിച്ചുകൊണ്ട് വരാമെന്ന്" പറയുകയാണ്. I returned to my seat. I was craning my neck, trying to follow the hunt, when suddenly I heard from my feet a distressed chitter of recognition and welcome, and Mitch bounded on my knees and began to nuzzle my face and my neck. അപ്പോൾ ഇദ്ദേഹം അതിൽ സീറ്റിൽ പോയിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മിച്ച് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ആ ക്നീസിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ ഫേസിലും നെക്കിലും ഒക്കെ വന്നിരിക്കുകയാണ് ചെയ്തത്. Mitch and I remained in London for nearly a month. He would play for hours with a selection of toys, ping pong balls, marbles, rubber fruit, and a terrapin shell that I had brought back from his native marshes. With the ping ball, he invented the game of his own, which could keep him engrossed for up to half an hour at a time. A suitcase that I had taken to Iraq had become damaged on the journey home, so that the lid, when closed, remained at a stop on the end to the other. Mitch discovered that if he placed the ball on the high end, it will run down the length of the suitcase. He would dash around to the other end and ambush its arrival, hide from it, crouching and to spring up and take it by surprise, grab it and trot off to the high end once more. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മിച്ച് കുറച്ച് ദിവസം അദ്ദേഹത്തിന് ലണ്ടനിൽ 1 മാസത്തോളം ലണ്ടനിൽ താമസിക്കേണ്ടി വന്നു. അവിടെ വെച്ച് മിച്ച് പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ടോയ്സ് ഉണ്ട്, പിങ് പോങ് ബാൾസും മാർബിൾസും റബ്ബർ ഫ്രൂട്ടൊക്കെ വെച്ച്, പിന്നെ ടെറാപ്പിൻ ഷെൽ ഒക്കെ വെച്ച് മിക്ക് കളിക്കുകയാണ്. അപ്പോൾ പിങ് പോങ് വാൾ വെച്ച് കളിക്കുമ്പോൾ ഏകദേശം 1/2 മണിക്കൂറോളം ഒരേ സമയം ഇതിന് കളിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇറാഖിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്യൂട്ട് കേസ് ഡാമേജ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് ആ സ്യൂട്ട് കേസിൻ്റെ അവിടെ നിന്ന് ബോൾ ഉരുട്ടി വിട്ടാൽ താഴെ വരുമെന്നൊക്കെ അറിഞ്ഞ് മിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Outside the house, I exercised him on a lead, precisely as if he had been a dog. Mitch quickly developed certain compulsive habits of these walks in the London streets. Like the rituals of children who, on their way to and from the school, must place their feet squarely on the center of each paving block, must touch every 7th upright of the iron railing on the or pass to the outside very second lamp post. Opposite to my flat was a single-storied primary school, along whose frontage ran a low wall some 2 feet high. On his way home, but never on his way out, Mitch would tug me to this wall, jump on it, and gallop the full length of 30 yards to the hopeless destruction both pupils or staff within. അപ്പോൾ മിച്ച് ലണ്ടനിൽ അദ്ദേഹം മിച്ചിനെ കൊണ്ട് നടക്കാനൊക്കെ പോകുമായിരുന്നു. ഈ സമയത്ത് വളരെ റെയറായ ഹാബിറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മിച്ച് അവിടോട്ട് ഈ കുട്ടികളൊക്കെ കളിക്കുന്നതാണൊക്കെ ഈ ഓടിയും ചടിയൊക്കെ കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ തിരിച്ച്
വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ട് ഒരു പ്രൈമറി സ്കൂളാണ്, സിംഗിൾ സ്റ്റോറി പ്രൈമറി സ്കൂളാണ്. ഇതിൻ്റെ വാളിന് ഏകദേശം 2 feet ഹൈറ്റ് ഉണ്ട്. ആ വാളിൽ കൂടെയൊക്കെ ചാടിക്കയറി ആ 30 yardsഉം ഇദ്ദേഹത്തിൻ്റെ കൂടെ വരുമായിരുന്നു. It is not, I suppose, in any way strange that the average Londoner should not recognize an otter, but the variety of guesses as to what kind of animal this might be came as a surprise to me. Otters belong to as comparatively small groups of animals called Mastelines, shared by the badger, mongoose, weasel, stoat, mink, and others. I faced a continuous barrage and conjectural questions that sprayed all the Mastelines, but the otter, more random guesses, hit on a baby seal and a squirrel. In that, a walrus mister reduced me to giggles, and outside a dog show I heard a hippo, a beaver, a bear cub, a leopard, one apparently that had changed its spots, and a brontosaur, which was anything but an otter. അപ്പോൾ ലണ്ടനിൽ ചെന്നപ്പോൾ ഒരു ആവറേജ് ലണ്ടനറിന് ഈ ഓട്ടറിനെ കണ്ടെന്ന ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് ഗസ് ചെയ്യാൻ തുടങ്ങി. എന്താണ് ബാഡ്ഗർ, മംഗൂസ്, വീസൽ, സ്റ്റോട്ട്, മിങ്ക് അങ്ങനെയുള്ള ഒരുപാട് ജീവികളാണെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സ്ക്വിറലാണ്, ബേബി സീലാണ്, ബീവറാണ്, ഒരു കരടിക്കുട്ടിയാണ്, ബേക്കപ്പാണ്, ലെപ്പേർഡാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ അവിടെ നിന്ന് വന്നു. But the question for which I awarded the highest score came from the laborer digging a hole in the street. I was until far from him when he laid down his tool, put his hand on his hips, and began to stare. As I drew nearer, I saw his expression was surprise and affront. As through he would have me know that he was not one upon whom to play jokes. I came abreast of him. His spot glared and growled out, "Here, mister, what is that supposed to be?" അപ്പോൾ അദ്ദേഹം ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലേബറിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ട്രീറ്റിൽ. അപ്പോൾ ഇതിനെ കണ്ടു ഒരു ദൂരെ നിന്നേ ഈ ഓതറിനെയും ആ അനിമലിനെയും കണ്ടതോടുകൂടി അദ്ദേഹം ടൂൾസൊക്കെ ഉപേക്ഷിച്ച് അവിടെ ഇങ്ങനെ ഹിപ്പിൽ കൈയൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ ഗ്ലെയർ ചെയ്ത് ഒന്ന് ഒരു അവജ്ഞതയോടുകൂടി ചോദിക്കുകയാണ്, "ഹിയർ മിസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ് സപ്പോസ് ടു ബി?" ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.